ഇന്ന് നിയമസഭ യഥാർത്ഥത്തിൽ പ്രക്ഷുബ്ധമാകുമെന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം നയപ്രഖ്യാപനമായിരുന്നു. ഇന്നലെ അന്തരിച്ച കാനത്തിൽ ജിമയിലേക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് സഭ പിരിയുകയാണ് ഉണ്ടായത്. ഇന്നു മുതൽ സഭ അതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കും. അപ്പോൾ പ്രതിപക്ഷം തനി സ്വഭാവം ഇന്ന് പുറത്തിറക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്നറിയുന്നു. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയും ഉയർത്തി അകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റ് സമ്മേളനം സംഭവ ബഹുലമാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുയർത്തി തിരിച്ചടിക്കാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. സഭയിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കും. അതേസമയം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ചും നടത്തും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. റോഷി, നിയമസഭ ഇന്നു മുതൽ സജീവമാവുകയാണ്. ആദ്യത്തെ 2 ദിവസം സഭയുടെ ഔപചാരിക പരിപാടികളായിരുന്നു. ഒന്ന് നയപ്രഖ്യാപനം, മറ്റൊന്ന് ചരമോപചാരം. ഇന്നു മുതൽ സഭ യഥാർത്ഥ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ തീപാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരേ സമയം സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത്, സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന മറുഭാഗത്ത്, പ്രതിരോധിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്, സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടന്ന കൂടിക്കാഴ്ച വിഷയമാക്കാൻ ഭരണപക്ഷം. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഇത്തവണ സഭാതലത്തിൽ വരും. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്? റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമാകും. LDF കൺവീനർ കൂടിയ TP രാമകൃഷ്ണനാണ് നന്ദിപ്രമേയ അവതരിപ്പിക്കുക. അതിനൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് കേന്ദ്രത്തിന്റെ ഈ തൊഴിലുറപ്പ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനയായി CK ഹരീന്ദ്രൻ ശ്രദ്ധ ക്ഷണിക്കലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മന്ത്രി MB രാജേഷാണ് അതിന് മറുപടി പറയേണ്ടത്. അതിനൊപ്പം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ നിർണായകമാകുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിയമസഭയിലെ ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ്, പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് നിയമസഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുക, എന്തൊക്കെ വിഷയങ്ങൾ ഇന്ന് ഉയർത്തണമെന്ന തീരുമാനം എടുക്കുക. നിലവിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 8 മണിവരെ സമയമുണ്ട്. ആ സമയത്തിനിടയിൽ എന്ത് വിഷയമായിരിക്കും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ട്, അതിനൊപ്പം തന്നെ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സഭയ്ക്കകത്ത് കൊണ്ടുവരും. ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആദ്യ ദിവസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാനാണ് സാധ്യത. എന്ത് വിഷയം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയാലും ആ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിഷയം എത്ര വൈകി നോട്ടീസ് നൽകിയാലും ആ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാകും. അങ്ങനെയെങ്കിൽ 12 മുതൽ 2 മണിക്കൂർ നേരം സഭാ നടപടികൾ നിർത്തിവെച്ചുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഏതായാലും ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് ഇന്ന് നിയമസഭ വേദിയാകും. സഭയ്ക്ക് പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമസഭാ മാർച്ച് നടത്തുന്നുണ്ട്. ഈ മാസം 28-ന് കോൺഗ്രസും മാർച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ സഭയ്ക്കകത്തും പുറത്തും കടുത്ത പ്രതിഷേധത്തിലുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പ്രതിപക്ഷം. ഇന്നു മുതലാണ് ഈ വിഷയങ്ങൾ സഭയ്ക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരിക. 28 മുതൽ ചോദ്യോത്തരവേളയുണ്ടാകും. ഇന്ന് ചോദ്യോത്തരവേളയില്ല. ഇന്ന് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ച മാത്രമാണ്. 29-നാണ് ബജറ്റ് അവതരണം ഉണ്ടാവുക. ബജറ്റിൽ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുക, ഈ സോണിയാഗാന്ധിയുടെ വസതിയിൽ പോറ്റിയും സ്വർണ്ണക്കൊള്ളക്കേസിലെ മറ്റു പ്രതികളും സന്ദർശിച്ച കാര്യമടക്കം ഉയർത്തി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡന കേസ് അടക്കം സഭയ്ക്കകത്ത് വലിയ വിവാദമാക്കി മാറ്റാനുള്ള അത് ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സഭ കലുഷിതമാകും എന്നുള്ളതാണ്. വളരെ വളരെ ആക്റ്റീവായ ഒരു സഭാ കാലയളവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 32 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് കയ്യിൽ കിട്ടുന്നത് എന്തും എല്ലാവരും ആയുധമാക്കും. അക്കാര്യത്തിൽ ഒരു സംശയമുണ്ട്. സ്വർണ്ണക്കൊള്ള മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരെ സഭാതലത്തിൽ പ്രതിധ്വനിക്കാൻ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബജറ്റ് 29-ാം തീയതിയാണ്. ബജറ്റിന്റെ എല്ലാ വിവരങ്ങളും സ്ഥിതിവിവര കണക്കുകളും ആഴത്തിലുള്ള വിശകലനവും റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്കറിയാം.